ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയർലൻഡിലേക്കുള്ള നേഴ്സസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇവിടെ അയർലൻഡിലേക്ക് നേഴ്സസ് ഇന്റർവ്യൂവിന് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും രണ്ടാമത്തേത് നമ്മൾ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർ നമ്മളോട് ചോദിക്കുക. നമ്മളൊന്ന് കൂൾ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സി വി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ചോദിക്കാം. സിറ്റുവേഷൻ, പ്രീവിയസ് വർക്ക് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് വർക്ക് സിറ്റുവേഷൻ എങ്ങനെയാണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവ്യൂവിലേക്ക് കിടക്കാം. കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഫോൾസ് പ്രിവെൻഷൻ ആണ്. ഫോൾസ് പ്രിവെൻഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഫോൾസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും? അതിൽ നമുക്ക് പറയാം, നമ്മൾ പേഷ്യന്റിനെ വാർഡിൽ ഓറിയന്റേഷൻ കൊടുക്കുന്നതും, വെറ്റ് ഫ്ലോർ ആണെങ്കിൽ അതിന് സൈൻ ബോർഡ് വെക്കുന്നതും, സൈഡ് റെയിൽസ് യൂസ് ചെയ്യുന്നതും, വാക്ക് സ്റ്റിക്ക് കൊടുക്കുന്നതും, നൈറ്റ് ടൈം ആണെങ്കിൽ ഫുൾ ഡാർക്ക് ആക്കാതെ ഡിം ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും, കോളിംഗ് ബെല്ല് പ്രോപ്പർ ആയിട്ടുള്ള ആക്സസബിൾ ആയിട്ടുള്ള പ്ലേസിൽ വെക്കുന്നതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ആൻസർ പറയാം. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, എങ്ങനെയാണ് നമ്മൾ വാർഡിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ വർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? സോ ഇതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 3 ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് തന്നെ എടുത്ത് പറയാൻ ശ്രമിക്കുക. മോർണിംഗ് ഷിഫ്റ്റിൽ നമ്മൾ ഹാൻഡ് ഓവർ റിസീവ് ചെയ്യുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പേഷ്യന്റ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡു യു മാനേജ് സ്റ്റുഡൻറ് നഴ്സസ് ഓർ ദ ജൂനിയർ നഴ്സസ്? എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻറ് നഴ്സസിനെയോ അല്ലെങ്കിൽ ജൂനിയർ നഴ്സസിനെയോ മാനേജ് ചെയ്യുന്നത്? സോ ഇതിൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് പറയാം. എഡ്യൂക്കേഷനിൽ നമ്മൾ പേഷ്യന്റിന് എങ്ങനെയാണ് മെഡിക്കേഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡോക്യുമെന്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് മെഡിക്കേഷൻ എറർ ആണ്. മെഡിക്കേഷൻ എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും? നമ്മുടെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് മെഡിക്കേഷൻ എറർ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പോളിസി ഇല്ലെങ്കിൽ പോലും നമ്മൾ മെഡിക്കേഷൻ എറർ വന്നാൽ എന്തൊക്കെ ചെയ്യും? നമ്മൾ ആരൊക്കെ ഇൻഫോം ചെയ്യും? ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യും, നമ്മുടെ നഴ്സ് മാനേജർ അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജിനെ ഇൻഫോം ചെയ്യും, ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ് ചെയ്യാറ് എന്നതൊക്കെ ഇതിന് ആൻസർ ആയിട്ട് പറയാം. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് 10 റൈറ്റ്സ് ആണ്. 10 റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് പേഷ്യൻറ്റ്? ഇതിന് പ്രത്യേകിച്ച് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഡിഫിക്കൽട്ട് പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാവില്ല. സോ നമ്മൾ ഹാൻഡിൽ ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ഒരു സിനാരിയോ ആയിട്ട് നമുക്ക് പറയാം. സോ നമ്മൾ പേഷ്യൻറ്റിനെ ലിസൺ ചെയ്തു, പേഷ്യൻറ്റിനോട് ആർഗ്യൂ ചെയ്യാതെ പേഷ്യൻറ്റിന് ആൻസർ കൊടുക്കാൻ ശ്രമിച്ചു, നമ്മൾ മാക്സിമം ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നഴ്സ് മാനേജറെ ഇൻഫോം ചെയ്യും. അങ്ങനെ ഹൈറാർക്കി ലെവലിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന രീതിയിൽ പറയാം. ആൻഡ് ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഈസ് ടീം വർക്ക് ആണ്. എപ്പോഴെങ്കിലും ഒരു ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. സോ നമുക്കറിയാം, നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാം. ടീം വർക്കിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, ടീം വർക്കിൽ എങ്ങനെയാണ് വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ആൻസർ ആയിട്ട് പറയാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഷോർട്ട് സ്റ്റാഫിംഗ് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും ആ ഒരു ഷോർട്ട് സ്റ്റാഫിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മളത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തത് എന്നുള്ളതായിരിക്കും ഇവർ ചോദിക്കാം. ഷോർട്ട് സ്റ്റാഫിംഗ് ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? അതായത് നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നിട്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നാൽ കുറച്ച് നേരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും, അടുത്തൊരു സ്റ്റാഫിനെ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യും, നമ്മുടെ സീനിയേഴ്സിനെ ഇൻഫോം ചെയ്യും, വർക്ക് നമ്മൾ നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യും, പേഷ്യൻറ്റ് കെയറിനെ ബാധിക്കാത്ത രീതിയിൽ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എ ഡിറ്റീറിയേറ്റിംഗ് പേഷ്യൻറ്റ് ഇൻ യുവർ വാർഡ്, അല്ലെങ്കിൽ ഡിറ്റീറിയേറ്റിംഗ് പേഷ്യൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് വിളിക്കും, പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് നോക്കും, വൈറ്റൽസ് നോക്കിയിട്ട് ഓക്സിജൻ വേണമെങ്കിൽ ഓക്സിജൻ കൊടുക്കും, ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യും, നമ്മുടെ സീനിയേഴ്സിനെ ഇൻഫോം ചെയ്യും, നഴ്സ് മാനേജർ ഇൻഫോം ചെയ്യും, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് കൊളാപ്സ് ആയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ പെട്ടെന്ന് മോശമായാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ളത് ഓർഗനൈസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് പറയാൻ ശ്രമിക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. സ്ട്രെസ് മാനേജ്മെന്റ് എപ്പോഴും ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലാണ് അവർ മാനേജ് ചെയ്യുക. സോ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ കൊളീഗിനോട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കും. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് നമ്മൾ വർക്ക് പ്ലേസിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മ്യൂസിക് കേൾക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ഇൻ യുവർ ഹോസ്പിറ്റൽ എന്നുള്ളതായിരിക്കാം. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം, PPE പ്രോപ്പറായിട്ട് വെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം, മാസ്ക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 മൊമെന്റ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം, പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാം, ഡീകണ്ടാമിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പോളിസീസ് ആണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണെന്നുള്ളത് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെപ്സിസിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെപ്സിസിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന്. പേഷ്യന്റിന് ഫീവർ ഉണ്ടാവും, ചിൽസ് ഉണ്ടാവും, ചിലപ്പോൾ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആയിരിക്കാം, ടാക്കിക്കാർഡിയ, ലോ ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്സിസിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. ചിലപ്പോൾ സെപ്സിസിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും ചോദിച്ചേക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.